വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെല്ലിംഗ്ടൺ. അപ്പം ഇന്ന് നമ്മളൊരു Q&A വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഞാൻ MBA സ്റ്റുഡൻ്റ് ആണ്. ഞാൻ മരീൻ കോളേജ് കുട്ടിക്കാനത്താണ് പഠിക്കുന്നത്. അപ്പം എൻ്റെ ത്രൂ ഔട്ട് വ്ളോഗ്സിൽ നിങ്ങൾ കുറേ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ എൻക്വയറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ MBA ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൻ്റെ നെയിമാണ് മരീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ താഴെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കമൻറ്റ് വായിക്കാം. ഇവിടെ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് MBAയുടെ ബേസിക് ക്രൈറ്റീരിയ ആയ MBA എൻട്രൻസ് എക്സാംസിൽ ഏതെങ്കിലും ഒരെണ്ണം പാസ്സാവണം, ലൈക്ക് KMAT, CMAT, CAT ഒക്കെ. അതുകൂടാതെ ഡിഗ്രിക്ക് 60% അബവ് മാർക്സും വേണം. അതിനുശേഷം നമ്മൾ മരീൻ കോളേജിൻ്റെ അഡ്മിഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പം ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് മെയിൽ വരും. പിന്നെ അതിനുശേഷം അത് ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പം നെക്സ്റ്റ് കമൻറ്റ് വന്നിരിക്കുന്നത് MBA കോഴ്സ് ഡീറ്റെയിൽസ് തരാമെന്നാണ്. MBA 2 ഇയേഴ്സ് വരുന്ന MBAയിൽ സെം വൈസ് ആണ്. ഓരോ ഇയറിലും 2 സെം വൈസ്. ഇതിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 2nd വീക്ക് വഴിയാണ്. അത് കഴിഞ്ഞിട്ട് 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ബൈ മാർച്ചോട് കൂടി ആയിരിക്കും കോഴ്സ് എൻഡ് ചെയ്യുന്നത്. ഈ ഓരോ ഇയർ കഴിയുമ്പോഴും നമുക്ക് ഇൻറ്റേൺഷിപ്പ് വരുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ ബൈ ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ ഇൻറ്റേൺഷിപ്പ് വരുന്നുണ്ട്, സെക്കൻഡ് ഇയർ എൻഡിലും ഇൻറ്റേൺഷിപ്പ് വരുന്നുണ്ട്. പിന്നെ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റൽ ഫീസും എല്ലാം കൂടെ കൂട്ടി അറൗണ്ട് ഒരു 6 lakh ആണ് ഒരു MBA കോഴ്സിന് വരുന്ന ഫീസ്. അപ്പോൾ അടുത്ത കമൻറ്റ് വന്നിരിക്കുന്നത് മരിയൻ കോളേജിലെ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. Big 4 അടക്കം കമ്പനീസ് ഇവിടെ പ്ലേസ്മെൻറ്റ്സിന് വരുന്നുണ്ട്. ഇപ്പം തന്നെ ഞങ്ങളിപ്പോൾ ഫൈനൽ എക്സാം തീയതിന് മുന്നേ തന്നെ ബൈ ഫെബ്രുവരിയോട് തന്നെ ഒരു പകുതിയിലധികം പിള്ളേർ ഇപ്പോൾ ഓൾറെഡി പ്ലേസ്ഡ് ആയി. അതുപോലെ തന്നെ നമുക്കിപ്പം കോഴ്സ് തീരുന്നതിന് മുന്നേ പ്ലേസ്ഡ് ആവുകയാണെങ്കിൽ കമ്പനിയുടെ റിക്വയർമെൻറ്റ്സ് വെച്ച് നമുക്ക് ഇമ്മീഡിയറ്റ് ജോയിനിങ് ആണെങ്കിൽ നമ്മളെ ഇവിടുന്ന് അതിന് വേണ്ടിയിട്ട് വിടും. പിന്നെ നമ്മൾ എക്സാം എഴുതാനും അസൈൻമെൻറ്റ്സ് വെക്കാനും മാത്രം നമ്മൾ ഇവിടെ കോളേജിൽ വന്നാൽ മതി. ഇതിൻ്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഹോസ്റ്റൽ എങ്ങനെയാണ്, റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നാണ്. റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. പിന്നെ ടൈമിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും സെയിം ടൈമിംഗ് ആണ്. അതായത് നമുക്ക് ക്ലാസ് ഇല്ലാത്ത ടൈമിൽ 12:30 ശേഷമേ നമുക്ക് ക്യാമ്പസിന് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ 5:30 തിരിച്ച് ഹോസ്റ്റലിൽ കയറുകയും ചെയ്യണം. വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഹോസ്റ്റലിലും കോളേജിലാണെങ്കിലും നമുക്ക് ഫ്രീ വൈഫൈ ഉണ്ട്. അതുപോലെ നെക്സ്റ്റ് കമൻറ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂസ് ഉണ്ടോ എന്നാണ്. കുറേ കമൻറ്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. ഇപ്പോൾ ഇവിടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല. ഞങ്ങളുടെ സീനിയേഴ്സിനാണെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടി. എല്ലാം പ്രോപ്പറായിട്ടാണ് നടക്കുന്നത്. ഇതിപ്പം കോളേജ് ഓട്ടോണമസ് ആണ്. അപ്പോൾ എല്ലാം ടൈമിൽ നടക്കുന്നുണ്ട്. നമ്മുടെ എക്സാമിൻ്റെ റിസൾട്ട്സ് ആണെങ്കിലും എല്ലാം ഒത്തിരി ഡിലേ ഇല്ലാതെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അതൊക്കെ ഒത്തിരി ബെനിഫിറ്റ് ആവുന്നുണ്ട്. അടുത്ത കമൻറ്റ് വന്നിരിക്കുന്നത് UG കോഴ്സായിട്ട് എന്താ എടുത്തിരുന്നതെന്നാണ്. ഞാൻ UG കോഴ്സായിട്ട് BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആണ് എടുത്തിരുന്നത്. പക്ഷേ നിങ്ങൾ ഏത് UG ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് MBAക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ അടുത്ത കമൻറ്റ് വന്നിരിക്കുന്നത്, ഹലോ ചേച്ചി, MBA ടഫ് ആണോ, ബെസ്റ്റ് സ്പെഷ്യലൈസേഷൻ ഏതാണ്, ഓൾസോ മരീൻ കോളേജിലെ MBA ടോട്ടൽ ഫീസ് എത്രയാകുന്നു. ഫീസിൻ്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ കമൻറ്റിൽ പറഞ്ഞായിരുന്നു. MBA ടഫാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MBA ടഫല്ല. നമുക്കിവിടെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് കുറച്ച് ഈസിയാണ്. ബെസ്റ്റ് സ്പെഷ്യലൈസേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റും ഓരോ ഇൻഡസ്ട്രിയിലെ റിക്വയർമെൻറ്റ്സ് ഒക്കെ അനുസരിച്ച് ഓരോ പ്രാവശ്യം ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന സ്പെഷ്യലൈസേഷൻ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹോസ്റ്റൽ നെയിമാണ്. ഇവിടെ MBA ഡിപ്പാർട്ട്മെൻറ്റിന് ടോട്ടൽ 4 ഹോസ്റ്റൽസ് ഉണ്ട്. 2 ബോയ്സിനും 2 ഗേൾസിനും. എല്ലാം വരുന്നത് ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയാണ്. ബോയ്സിൻ്റെ ഹോസ്റ്റൽ ഒരെണ്ണം OCD, ഒരെണ്ണം കോളേജിൻ്റെ മണ്ടയിൽ തന്നെയാണ്. അതുകൂടാതെ ഗേൾസിന് പ്രതീക്ഷ ഹോസ്റ്റലുണ്ട്, മഡോണ ഹോസ്റ്റലുണ്ട്. ഇതെല്ലാം വരുന്നത് ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അടുത്ത കമൻറ്റ് വന്നിരിക്കുന്നത് MBA ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ്. ഇവിടെ MBA ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 2nd വീക്കോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ടോട്ടൽ 3 ബാച്ചസ് ഉണ്ട്. ഓരോ ബാച്ചിലും 60 സ്റ്റുഡൻസ്, ടോട്ടൽ 180 സ്റ്റുഡൻസ് ആണ് ഓരോ ഇയറിലും പാസ് ഔട്ട് ആകുന്നത്. പിന്നെ ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാ കമൻറ്റ്സിലും റിപ്ലൈ തന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എൻക്വയറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ എല്ലാം ക്ലിയർ ചെയ്തൊരു പുതിയൊരു വീഡിയോ ഇനി ഇടുന്നതായിരിക്കും. Thank you.